ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്ന് ഒരു പതിമുഖം വെച്ചിട്ട് ജെല്ലും ടോണറും ഉണ്ടാക്കാം. ആദ്യം ഒരു സ്പൂണ് ഫ്ലാക്സീഡ്, 1 ടീസ്പൂൺ പതിമുഖം, 1.5 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിക്കുക. അപ്പം അത് ഫ്ലാക്സീഡ് ആയതുകൊണ്ട് നമുക്കൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ വരും. ഇങ്ങനെ പതയായിട്ട് വന്നിട്ട് ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വേഗം അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ അതിങ്ങനെ ചൂടാറാൻ വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ ഇതാക്കി നോക്കുമ്പോൾ ഒരു ജെല്ല് മാതിരി ഇങ്ങനെ വീഴണ മാതിരി നമുക്ക് കാണാം. അപ്പം നമ്മൾ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ചൂടാറാൻ നിന്ന് കഴിഞ്ഞാൽ ഫ്ലാക്സീഡ് ആയതുകൊണ്ട് നമുക്ക് അരിച്ച ആ ജെല്ല് ഇങ്ങോട്ട് കിട്ടില്ല. എന്നിട്ട് നമ്മൾ അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായി അരിച്ചെടുത്തതിന് ശേഷം ചൂടാറാൻ വെക്കുക. അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ജെല്ല് ഇപ്പം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചൂടാറാൻ വെക്കുക കേട്ടോ. ഇത് നമുക്ക് ഫ്ലാക്സീഡ് സ്കിപ്പ് ചെയ്തിട്ട് വെറും വെള്ളത്തിൽ പതിമുഖം വെച്ചിട്ട് ഉണ്ടാക്കാം. ഇനി നമ്മൾ റോസ് വാട്ടറിൽ കുറച്ച് സാഫ്രോൺ ഇട്ട് വെക്കുക. സാഫ്രോൺ ഓപ്ഷണലാണ്. പിന്നെ ഫ്രാങ്കിൻസെൻസ് ഓയിലാണ് ഞാൻ എടുത്തേക്കണത്, അലോവേര ജെല്ല്, പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ. ഇത്രയാണ് നമുക്ക് ജെല്ല് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഇനി നമ്മൾ 1 സ്പൂൺ അലോവേര ജെല്ല് നമ്മുടെ ആ പിങ്ക് ജെല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ റോസ് വാട്ടർ ഇല്ലേ, സാഫ്രോൺ, അത് ഒരു 2 സ്പൂണ് അല്ലെങ്കിൽ ഒരു 3 സ്പൂണ് വരെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂണ്. ഫ്രാങ്കിൻസൺ എസൻഷ്യൽ ഓയിൽ ഒരു 2-3 ഡ്രോപ്സ്. അല്ല, നിങ്ങളുടെ കയ്യിൽ ഏത് എസൻഷ്യൽ ഓയിലാണ് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ലാവൻഡർ, ടീ ട്രീ, പെപ്പർമിൻറ്റ്, സാൻഡൽവുഡ്, റോസ്, ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. അപ്പം നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി അലോവേര ജെല്ല് കുറച്ചും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിൽ നമ്മൾ അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ വളരെ നന്നായിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് സൂക്ഷിക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി രാവിലും വൈകിട്ടും നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഫേസ് ക്ലെൻസ് ചെയ്ത് ടോൺ ചെയ്ത് സിറം ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഇതിൻ്റെ ബാക്കി വന്നിട്ടുള്ള പാർട്ടില്ലേ, അതിൽ ഒരു 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് തിളപ്പിച്ചാൽ മതി. അധികം തിളപ്പിക്കണ്ട, കാരണം അപ്പോൾ അത് ഫ്ലാക്സീഡ് ഉള്ളത് കൊണ്ട് പിന്നെയും ജെല്ലായിട്ട് മാറും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിളച്ച് ഒരു 1-2 സെക്കൻഡ്, കാരണം അത് നമുക്ക് കുറച്ച് നാൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ അത് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റവ് ഓഫാക്കിയിട്ട് അപ്പം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം അതിൽ വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ ഇ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കാം, അല്ലെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതൊന്നും ചെയ്യണില്ല. ഞാൻ നേരെ ഒരു നമ്മുടെ സ്പ്രേ ബോട്ടിലില്ലേ, ആ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നേരെ അത് ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് നല്ലൊരു ടോണറായിരിക്കും. നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനും ജെല്ലും അതെ, സ്കിൻ വൈറ്റനിങ്, ടൈറ്റനിങ്, പിന്നെ നല്ല ഹൈഡ്രേഷൻ, ഗ്ലോ എല്ലാം ഒത്തിണങ്ങിയ ഒരു അടിപൊളി ജെല്ലാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയും.